ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീലളിതാംബികേ പാഹി പാഹി, ശ്രീചക്രവാസിനി പാഹി പാഹി, കാരുണ്യരൂപിണി പാഹി പാഹി, സർവസ്വരൂപിണി പാഹി പാഹി. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം നാം 4-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 14-ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് വസുദേവർ ഭഗവാനെ എടുത്തുകൊണ്ടുപോയി ഗോകുലത്തിൽ കിടത്തിയിട്ട് യശോദ പ്രസവിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാരാഗൃഹത്തിലെത്തുന്നു. കംസൻ അതറിയുന്നു. കംസൻ കുഞ്ഞിനെ മറ്റ് 6 കുട്ടികളെ പോലെ തന്നെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് വിഷ്ണു മായ ദേവി ആകാശത്തേക്ക് ഉയർന്നു 8 ഭുജങ്ങളോടുകൂടി കംസനോട് പറയുന്നു, അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു, ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. അപ്പോ കംസന് മനസ്സിലായി, ഇതല്ല എന്നെ കൊല്ലാൻ ജനിച്ചത്, അപ്പോൾ അശരീരി തെറ്റായിരിക്കാം എന്ന് കംസന് തോന്നി. അപ്പോൾ ദേവി പറഞ്ഞത്, നിന്റെ തവാന്തകൻ, നിന്റെ അന്തകൻ നേരത്തെ ജനിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ കംസന് ദേവകിയോടും വസുദേവരോടും കരുണ തോന്നി. അവരെ അഴിച്ചുവിട്ടു. എന്നിട്ട് അവരോട് കംസൻ പറയുന്നതാണ് ഇന്നത്തെ ഭാഗം നമുക്ക് പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർത്ഥോധ്യായഃ. ശ്ലോകം 15. അഹോ ഭഗിന്യഹോ ഭാമാ മയാ വാംബതപാപ്മനാ, പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാ സുതാഃ. പദച്ഛേദം. അഹോ ഭഗിനി, അഹോ ഭാമ, മയാ വാം ബദ പാപ്നഃ പാപ്മനഃ, പുരുഷാദ ഇവ അപത്യം ബഹവഃ ഹിംസിതാഃ സുതാഃ. അഹോ, കഷ്ടമായിപ്പോയി. ഭഗിനി അല്ലയോ സഹോദരി, ഭാമ ഹേ ഭഗിനിയുടെ ഭർത്താവേ അല്ലയോ വസുദേവരെ, പാപ്മന പാപകർമ്മം ചെയ്യാത്തവനായ, മയ എന്നാൽ, വാം നിങ്ങൾ രണ്ടുപേരുടെ, ബഹവഹ ധാരാളം, സുതാഹ പുത്രന്മാർ, പുരുഷാദ രാക്ഷസം, പുരുഷാദഹ രാക്ഷസൻ, അപത്യം ഇവ സ്വസന്താനത്തെ എന്ന പോലെ. അതായത് രാക്ഷസന്മാർ സ്വന്തം കുട്ടികളെ തന്നെ തിന്നുമായിരുന്നു പണ്ട്. അതുപോലെ ഹിംസിത ഹിംസിക്കപ്പെട്ട ബദ കഷ്ടം തന്നെയാണ്. അപ്പോ പണ്ട് കാലത്ത് രാക്ഷസന്മാർ അവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ തന്നെ തിന്നുമായിരുന്നു. ഒരിക്കൽ ഒരു രാക്ഷസി ആ വിധം ചെയ്യുന്നത് സാക്ഷാൽ ജഗദംബിക കണ്ടു. അപ്പോൾ കരുണയോടുകൂടി ഇനിമേൽ രാക്ഷസന്മാരുടെ കുട്ടികൾ ജനിച്ച മാത്രയിൽ തന്നെ വലിയ ശരീരം ഉള്ളവരായി ഭവിക്കട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചു. അപ്പൊ അന്ന് മുതൽക്ക് രാക്ഷസന്മാർ ജനിക്കുമ്പോൾ തന്നെ വലിയ ശരീരികളായി മാറുന്നു. അതുകൊണ്ട് പിന്നെ രാക്ഷസന്മാർക്ക് കുട്ടികളെ തിന്നാൻ സാധിക്കുകയില്ല. അപ്പൊ ആ രാക്ഷസന്മാർ പണ്ട് സ്വന്തം കുട്ടികളെ തിന്നതുപോലെ തന്നെ ഞാനും ഇതാ എൻ്റെ ഭഗിനിയുടെ, എൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞു. അത് വളരെ ക്രൂരമായി പോയി
അപ്പൊ ഇതിനാൽ ഞാൻ രാക്ഷസന് തുല്യമായി എന്ന് കംസന് തോന്നി. അത് ദേവകിയെയും വസുദേവരെയും അറിയിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 15. അഹോ ഭഗിന്യഹോ ഭാമ മയാവാംബതപാപ്മനാ പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാഹ സുതാഹ. ശ്ലോകം 16. സാത്വഹം തെക്തകാരുണ്യാം തെക്തജാതി സുഹൃത്ഖലഃ കാം ലോകാൻ വൈഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. പദച്ഛേദം. സഹ തു അഹം തെക്തകാരുണ്യഃ തെക്തജ്ഞാതി സുഹൃത് ഖലഃ കാം എന്നുള്ളത് കാൻ എന്ന് വരും. കാൻ ലോകാൻ വൈ ഗമിഷ്യാമി ബ്രഹ്മഹ ഏവ. അതാണ് ബ്രഹ്മഹേവ. ബ്രഹ്മഹ ഇവ ബ്രഹ്മഹേവ ബ്രഹ്മഹ ഇവ മൃതഃ ശ്വസൻ. സഹ ത്വഹം തെക്തകാരുണ്യഃ. കരുണയെ ഉപേക്ഷിച്ചവനും കരുണയില്ലാത്തവനും തെക്തജ്ഞാതി സുഹൃത് ബന്ധുക്കളെയും മിത്രങ്ങളെയും ഉപേക്ഷിച്ചവനും കലഹ ദുഷ്ടനുമായ സഹ അഹം തു ആ ഞാനാകട്ടെ. കംസം പറയുകയാണ് ബ്രഹ്മഹ ഇവ ബ്രാഹ്മണനെ കൊന്നവൻ വധിച്ചവൻ എന്ന പോലെ ശ്വസൻ ശ്വസിക്കുന്നവനാണെങ്കിലും മൃതഃ മരിച്ചവന് തുല്യമായിട്ട് കാൻ ലോകാൻ ഏത് ലോകങ്ങളെ ഗമിഷ്യാമി ഗമിക്കും. അപ്പോൾ കംസന് പശ്ചാത്താപം ഉണ്ടാവുകയാണ്. ആ ദേവിയുടെ സ്പർശനം കൊണ്ട് അല്ലെങ്കിൽ ദർശനം കൊണ്ട് ആ ദുഷ്ടനായ കംസന്റെ മനോമാലിന്യങ്ങളെല്ലാം മാറി കംസൻ കുറേയൊക്കെ പരിശുദ്ധനായി. അതുകൊണ്ട് ദുഷ്ടനായ കംസനിൽ കാരുണ്യഭാവം ഉണ്ടായി. എന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളോട് ദുഷ്ടത കാണിച്ചു. ഞാൻ ബ്രാഹ്മണരെ ഹതിച്ചതുപോലെ വധിച്ചതുപോലുള്ള പാപം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മരിച്ചവന് തുല്യനാണ്. ഞാൻ ഇനി ഏത് ലോകത്തെ ഏത് നരകത്തെ പ്രാപിക്കുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, കഷ്ടമായി പോയി എന്ന് കംസൻ പശ്ചാത്തപിക്കുകയാണ്. ശ്ലോകം 16. സത്വഹം തെക്തകാരുണ്യ തെക്തജ്ഞാതി സുഹൃത്ഖലഃ കാം ലോകാൻ വൈഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. ശ്ലോകം 17. ദൈവമപ്യനിർദം ഭക്തി ന മർത്യായേവ കേവലം യദ്വിഭ്രംഭാ അദഹം പാപ സ്വസുർ നിഹിതവാൻ ശിശൂൻ. പദച്ഛേദം. ദൈവം അപി അനിർദം ഭക്തി ന മർത്യ ഏവ കേവലം മർത്യാഹ ഏവ കേവലം യത് വിശ്രംഭാത് അഹം പാപഃ സ്വസുഹു നിഹതവാൻ ശിശൂൻ. ദൈവം അഭി അനൃതം ദൈവവും അനൃതം കളവ് ഭക്തി പറയുന്നു. അപ്പൊ ദൈവവും കള്ളമാണ് പറഞ്ഞത്. കാരണം എന്താണ്? അശരീരി പറഞ്ഞ എന്താണ്? ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്നാണ്. പക്ഷെ ദേവകി ഇപ്പൊ പ്രസവിച്ചതോ പെൺകുഞ്ഞ് എന്നാണ് കംസൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വസുദേവൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഗോകുലത്തിൽ കൊണ്ടുപോയി ഭഗവാനെ കിടത്തിയതും യശോദ പ്രസവിച്ച ആ കുട്ടിയെ എടുത്തുകൊണ്ടുവന്നും കംസൻ അറിയുന്നില്ലല്ലോ. അപ്പൊ കംസൻ പറയുകയാണ് അശരീരി വാക്ക് തെറ്റാണ്. അപ്പൊ ദൈവം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നു. മർത്യാഹ ഏവ കേവലം മനുഷ്യന്മാർ മാത്രം അല്ല. യത് വിശ്രംഭാത് യാതൊന്നിൽ വിശ്വാസം ഹേതുവായിട്ട് പാപിയായ അഹം ഞാൻ
സ്വസുഹു സഹോദരിയുടെ ശിശു കുട്ടികളെ നിഹതവാൻ കൊന്നു. അപ്പോൾ ഞാൻ അറിയാതെ ആ സഹോദരിയുടെ പുത്രന്മാരെ വെറുതെ കൊന്നു. ഇതായിപ്പോ സഹോദരിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണ്. അപ്പൊ ഭഗവാൻ കള്ളം പറയും. മനുഷ്യർ മാത്രമല്ല കള്ളം പറയുന്നത്, ഭഗവാനും കള്ളം പറയും എന്ന് കംസൻ പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ്. ശ്ലോകം 17. ദൈവമപ്യനൃതം ഭക്തി നമർത്യായേവ കേവലം യദ്വിശ്രംഭാതകം പാപ സുസുർ നിഹതവാൻ ശിശൂൻ. ശ്ലോകം 18. മാ ശോചതം മഹാഭാഗോ ആത്മജാൻ സ്വകൃതം ഭുജഃ ജന്തവോ ന സദൈകത്ര ദൈവാധീന സദാ സദേ. പദച്ഛേദം. മാ ശോചതം മഹാഭാഗാവ് ആത്മജാൻ. അപ്പൊ നമ്മളവിടെ അതിന് സന്ധി വിച്ഛേദം നടത്തുമ്പോൾ മഹാഭാഗൗ എന്ന് വരും. മഹാഭാഗൗ പ്ലസ് ആത്മജാൻ ചേർത്ത് വായിക്കുമ്പോൾ മഹാഭാഗാവ് ആത്മജൻ. സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുമ്പോൾ മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സ്വകൃതം ഭുജ അങ്ങനെ വായിക്കാം. ഇല്ലെങ്കിൽ ഒന്നിച്ചും വായിക്കാം. മാ ശോചതം മഹാഭാഗാവ് ആത്മജാൻ സ്വകൃതം ഭുജ എന്നും വായിക്കാം. ജന്തവഃ ന സദ ഏകത്ര ദൈവാധീനഃ സദാ ആസതേ. മഹാഭാഗോ, ഹേ വിവേകികളായവരെ. കംസൻ ദേവകി വസുദേവന്മാരെ വിളിക്കുകയാണ്. സ്വകൃതം ഭുജഃ, സ്വകർമ്മത്തെ അനുഭവിച്ചവരായ ആത്മജൻ പുത്രന്മാരെ കുറിച്ച് മാ ശോചതം, നിങ്ങൾ വ്യസനിക്കരുത്. കംസന്റെ അജ്ഞാനമൊക്കെ മാറി ഇപ്പൊ ജ്ഞാനം ഉദിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ആ ദേവിയെ സ്പർശിച്ചു അല്ലെ? ദേവിയെ അടിക്കാൻ വേണ്ടി കംസൻ കൈകൊണ്ട് പിടിച്ചു ദേവിയെ അടിക്കാൻ പോയതാണ്. അപ്പൊ ആ ദേവിയുടെ സ്പർശനം ഉണ്ടായി, അതുപോലെ ദേവിയുടെ ദർശനവും ഉണ്ടായി. ദേവി അഷ്ടഭുജങ്ങളോടുകൂടി ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നത് കംസൻ കണ്ടു. അപ്പോൾ അങ്ങനെ ആ ദുഷ്ടന്റെ ആ മനസ്സിലെ പാപങ്ങളെല്ലാം മാറി. അപ്പൊ അതുകൊണ്ട് ഇവരെ വിളിക്കുകയാണ് ഏ വിവേകികളെ, കർമ്മത്തെ അനുഭവിച്ചവരായ, അതായത് നിന്റെ മക്കൾ എന്തോന്നോ പാപം മുൻ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അവരുടെ ആ കർമ്മങ്ങളെ അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് പുത്രന്മാരെ കുറിച്ച് മാ ശോചതം, നിങ്ങൾ ദുഃഖിക്കരുത്. അത് അവരുടെ കർമ്മഫലമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ അല്ലെ? എന്ത് നമ്മൾ കർമ്മം ചെയ്യണോ അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടും. അപ്പൊ നിന്റെ പുത്രന്മാർ എന്തോന്നോ പാപം നേരത്തെയുള്ള ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമാണ് അനുഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അതിന് വ്യസനിക്കരുത്, ദുഃഖിക്കരുത്. ജന്തവഃ, ജന്തുക്കൾ സദാ എല്ലായ്പ്പോഴും ന ആസതേ, ജന്തുക്കൾ എല്ലായ്പ്പോഴും അങ്ങനെ ഒരിടത്ത് ഇരിക്കുന്നില്ല. അതായത് ജനിക്കും പിന്നെ മരിക്കും, കുറെ കാലം ഒന്നിച്ചു കൂടും അല്ലെ, പിന്നീട് അവര് മരിക്കുകയും ചെയ്യും. രാമായണത്തിൽ പറയില്ല, സംയോഗ വിയോഗം പോലെ, അതായത് പാന്തർ പെരുവഴി അമ്പലങ്ങൾ പോലെ സംയോഗം വിയോഗം വരുന്ന പോലെ. അതായത് പെരുവഴി അമ്പലങ്ങളിൽ ഇടയ്ക്കുള്ള ഇടത്താവളങ്ങളിൽ ആൾക്കാർ ഒന്നിച്ചു കൂടും, വഴിപോക്കര്. എന്നിട്ട് കുറെ ദിവസം കൂടെ ഒന്നിച്ച് താമസിക്കും, പിന്നീട് അവര് അവിടുന്ന് പിരിഞ്ഞു പോകും. അതുപോലെയാണ് കുടുംബ ബന്ധങ്ങളും. നമ്മളിങ്ങനെ ജനിച്ചു വരും, അച്ഛനും അമ്മയും ബന്ധുക്കളുമായിട്ട് ഇങ്ങനെ കഴിയും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നെ അവിടുന്ന് മരണത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനെ ജന്തുക്കൾ എപ്പോഴും നാസത, അങ്ങനെ ഒന്നിച്ച് ഇരിക്കുന്നില്ല. ഏകത്ര, എപ്പോഴും ഒരിടത്തും ഇരിക്കുന്നില്ല. ദൈവാധീന, ദൈവത്തിന് അധീനന്മാരാണ് എല്ലാ പേരും. അപ്പൊ അവരുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് മാത്രം അവർക്ക് ആ ഭൂമിയിൽ ജന്മം കിട്ടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവര് ഈ ലോകത്തിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ ആ കർമ്മഫലം അനുഭവിച്ചിട്ട് ഈ ശരീരം ത്യജിച്ച് ആത്മാവ് അവരെ വിട്ട് പോവുകയും ചെയ്യുന്നു. ശ്ലോകം 18. മാ ശോചതം മഹാഭാഗ ആത്മജാൻ സ്വകൃതം ഭുജ ജന്തവോ ന സദൈകത്ര ദൈവാധീന സദാ സദേ. ശ്ലോകം 19. ഭുവി ഭൗമാനി ഭൂതാനി
യഥാ യാന്തി അപയാന്തി ച ന്യായമാത്മാ തഥൈതേഷു വിപര്യേതി യഥൈവ ഭുവി ഭൗമാനി ഭൂതാനി യഥാ യാന്തി അപയാന്തി ച ന അയം ആത്മാ തഥാ ഏതേഷു വിപര്യേതി യഥ ഏവ ഭൂഹു. ഭൂതാനി ഭൂതങ്ങൾ ചരാചരങ്ങൾ യാന്തി വരുന്നു, അപയാന്തി പോവുകയും ചെയ്യുന്നു. അതായത് ജന്തുക്കള് ജനിക്കുന്നു, മരിക്കുന്നു. ഭുവി ഭൂമിയിൽ ഭൗമാനീയത ഭൗമങ്ങൾ പോലെ, അതായത് ഘടാതി പദാർത്ഥങ്ങൾ പോലെ. അപ്പോൾ മണ്ണുകൊണ്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണ്, കുടം മുതലായവ ഉണ്ടാക്കുകയാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നശിക്കും, പിന്നെ അത് മണ്ണിനോട് ചേരും. അതുപോലെയാണ് ഈ ശരീരവും. ഭൂമിയിൽ വരും, അത് കഴിഞ്ഞിട്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, പഞ്ചഭൂതത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അയം ഈ ആത്മാവ് ഏതേഷു ഇവയിൽ യഥാഭൂ ഭൂമി എന്ന പോലെ ന വിപരീത അവസ്ഥയെ പ്രാപിക്കുന്നില്ല. അപ്പോ അതായത് ഘടാതി പദാർത്ഥങ്ങൾ, മണ്ണിൽ നിന്നുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ മണ്ണിൽ തന്നെ ലയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. ആത്മാവ് വിപരീതാവസ്ഥയെ പ്രാപിക്കുന്നും ഇല്ല. ആത്മാവിന് ഒരിക്കലും നാശമുണ്ടാകുന്നില്ല. അത് ഏകരൂപനായി തന്നെ ഇരിക്കുന്നു. ആത്മാവ് എവിടെ നിന്ന് വന്നോ അവിടെ തന്നെ എത്തിച്ചേരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭുവി ഭൗമാനി ഭൂതാനി യഥായാന്തി അഭയാന്തി ച ന്യായമാത്മാ തഥൈതേഷു വിപര്യേതി യഥൈവ ഭൂം. ശ്ലോകം 20. യഥാ അനേവം വിദോ ഭേദോ യഥ ആത്മവിപര്യയഃ ദേഹയോഗ വിയോഗൗ ച സംസൃതിർന നിവർത്തതേ. യഥാ ഏവം വിദഃ അനേവം വിദഃ അനേവം വിദഃ ഭേദഃ യതഃ ആത്മവിപര്യയഃ ദേഹയോഗവിയോഗൗ ച സംസൃതിർ ന നിവർത്തതേ. യഥ ശരിയായിട്ട് അനേവം വിദഃ ഈ വിധം അറിയാത്തവന് ഭേദം യതഃ യാതൊന്നിൽ ആത്മവിപരീത ഭാവേന ദേഹയോഗ വിയോഗവും ദേഹയോഗവും വേർപാടും സംസാരം ന നിവർത്തന്തേ. അപ്പോ നമ്മുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല. അച്ഛേത്യോയം അദേഹ്യോ അദോഹ്യോയം അക്ലേത്യോ അശേഷ്യയേവച. അപ്പൊ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിനെ ആയുധം കൊണ്ട് മുറിപ്പെടുത്താനോ പിന്നെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ വെള്ളം കൊണ്ട് നനയ്ക്കാനോ വായു കൊണ്ട് വറട്ടാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആത്മാവിന് നാശമില്ല. അപ്പോൾ ദേഹമാണ് വരും, അത് തിരിച്ച് അതുപോലെ പോകും. പക്ഷേ അപ്പോൾ ജനന മരണം ഉണ്ടാകും. പക്ഷെ ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് ഒരു ശരീരം കഴിഞ്ഞ് മറ്റൊരു ശരീരം ആത്മാവ് എടുക്കുന്നു. അപ്പോൾ ശരീരത്തിന് അങ്ങനെ സംസാര ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ജന്മ മരണരൂപമായ സംസാരത്തിന് നാശമില്ലാതെ വരുന്നു. പുത്രാദി ദേഹത്തിൽ എന്റേതെന്നുള്ള വിചാരം ദുഃഖരൂപമാണ്. അതിനാൽ തന്നെ സംസാര ബന്ധവും ഉണ്ടാകുന്നു. യഥാനേവം വിദോ ഭേദോ യഥാത്മവിപര്യയ ദേഹയോഗ വിയോഗൗ ച സംസൃതിർന നിവർത്തതേ. 21. തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാനപി മാനുഷോജയത സർവ സുഹൃതം വിന്ദതേ വശഃ. പദച്ഛേദം.
തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാൻ അപി മാ അനുശോച യതഃ സർവഃ സുഹൃതം വിന്ദതേ അവശഃ. തസ്മാത് അതുകൊണ്ട് ഭദ്രേ ശോഭനേ മയാ എന്നാൽ വ്യാപാദിതാൻ അഭി കൊല്ലപ്പെട്ടവർ എന്നിരിക്കലും സ്വതനയാ നിന്റെ പുത്രന്മാരെ കുറിച്ച് മാ അനുശോചതി ദുഃഖിക്കണ്ട. യതഃ ഏതെന്ന് ഹേതുവായി സർവഃ സർവപ്രാണിയും അവശഃ അസ്വതന്ത്രനായിട്ട് സ്വകൃതം സ്വകർമ്മത്തെ വിന്ദതേ പ്രാപിക്കുന്നു. അപ്പൊ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. കംസൻ പറയുകയാണ്, ഓരോരുത്തരും അവരുടെ കർമ്മഫലം അനുസരിച്ച് ഭൂമിയിൽ ശരീരമെടുക്കുന്നു, പിന്നീട് ശരീരം ഇല്ലാതാകുന്നു. പക്ഷെ ആത്മാവിനാണെങ്കിലോ ആത്മാവിന് നാശം ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പൊ നേരത്തെ വസുദേവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ കംസന് ബോധോദയുണ്ടാകുകയാണ്. ദേവിയുടെ സ്പർശന ദർശന മാത്രത്താൽ കംസന് വിവേകം ഉദിച്ചിരിക്കുകയാണ്. അപ്പൊ വസുദേവരാണ് ആദ്യം കംസനെല്ലാം ഉപദേശിച്ചത്. അപ്പൊ കംസന് ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ കംസനെല്ലാം ജ്ഞാനോദയം ഉണ്ടായി. അങ്ങനെ കംസൻ ഇപ്പൊ അവരെ ഉപദേശിക്കുകയാണ്. ശ്ലോകം 21. തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാനപി മാനുശോചയത സർവം സുഹൃതം വിന്ദതേ അവശഃ. ശ്ലോകം 22. യാവത് ഹതോസ്മി ഹന്താസ്മി ഇത്യാത്മാനം മന്യതേ അസ്വദ്രേ താവത് തത് അഭിമാന്യജ്ഞോ ബാധ്യബാധകതാം യാത്. പദച്ഛേദം യാവത് ഹതഃ അസ്മി, അതാണ് യാവത് ഹതോസ്മി. യാവ ഹതഃ അസ്മി ഇവിടെ ചേരുമ്പോ ഥ എന്ന് വരും. ഹതഃ എന്നുള്ളത് ഥ എന്നവിടെ വരും. ഹന്ത അസ്മി ഇതി ആത്മാനം മന്യതേ അസ്വദൃക് താവത് തത് അഭിമാനി അജ്ഞഃ, അതാണ് അഭിമാന്യജ്ഞോ അഭിമാനി അജ്ഞഃ ബാധ്യബാധകതാം യാത്. താവത് എത്ര കാലം ഹതഃ കൊല്ലപ്പെട്ടവരായിട്ട് അസ്മി ഭവിക്കുന്നോ ഹന്ത ഹനിക്കുന്നവനായിട്ട് കൊല്ലുന്നവനായിട്ട് അസ്മി ഭവിക്കുന്നേൻ എന്ന് ആത്മാനം അസ്വദൃ ആത്മാവിനെ അറിയാത്തവൻ മന്യതേ വിചാരിക്കുന്നു. അപ്പോ ആത്മാവ് കൊല്ലുകയോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന് പറയും അല്ലേ. അതായത് ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യം ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ജായതേ ന ജായതേ മ്രിയതേ വാ കഥാചിത് ആത്മാവിന് ജനനമോ മരണമോ ഒന്നുമില്ല. അത് ഉണ്ടാവുകയോ പിന്നീട് ഉണ്ടായിട്ട് ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. അവൻ അജനാണ്, ജനനമില്ലാത്തവനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്, പണ്ടേ തന്നെ ഉണ്ടായതാണ് എന്നുള്ളവനുമാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിക്കുമ്പോഴും ആത്മാവിന് നാശം. ആത്മാവിന്റെ യഥാർത്ഥ രൂപത്തെ അറിയാതെ ദേഹത്തിൽ ആത്മബുദ്ധി ഉണ്ടാക നിമിത്തം ഞാൻ അവനെ കൊന്നവൻ, അവൻ എന്നെ കൊന്നവൻ എന്നീ വിചാരം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്ര കാലം ദേഹത്തിന് തട്ടുന്ന നാശം ആത്മാവിന് സംഭവിച്ചതാണെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ആത്മാവിന് നാശമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അറിവില്ലാത്തവർ തന്നാൽ ചെയ്യപ്പെടുന്ന പാപകർമ്മത്തെയും അത് നിമിത്തമുള്ള ദുഃഖത്തെയും അനുഭവിക്കുന്നവനാണെന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ആത്മാവിന് ഒരു നാശവും സംഭവിക്കുന്നില്ല. ശ്ലോകം 22 ഒന്നൂടെ. യാവത് ഹതോസ്മി ഹന്താസ്മി ഇത്യാത്മാനം മന്യതേ അസ്വദൃക് താവത് തത്
അഭിമാന്യജ്ഞോ ബാധ്യബാധകതാമിയാത്. ശ്ലോകം 23. കാമത്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലാഃ ഇത്യുക്ത അശ്രുമുഖ പാദൗ ശാലശ്വശ്രോർ അഥാഗ്രഹീത്. പദച്ഛേദം. ക്ഷമത്വം മമ ദൗരാത്മ്യം സാധവഃ ദീനവത്സലാഃ ഇതി ഉക്ത അശ്രുമുഖഃ പാദൗ ശ്യാലഃ സ്വസ്രോ അഥ സ്വസ്രോഹോ അഥ അഗ്രഹീത്. മമ ദൗരാത്മ്യം, എൻ്റെ ദുഷ്ടതയെ ക്ഷമത്വം, നിങ്ങൾ ക്ഷമിക്കുവിൻ. അപ്പം ഞാൻ ഇപ്പം ദുഷ്ടതനം പ്രവർത്തിച്ചു, നിങ്ങളുടെ മക്കളെ കൊന്നു, അത് നിങ്ങൾ ക്ഷമിക്കുക. സാധവഃ, സാധുക്കൾ, ദീനവത്സലാഹ, ദീനന്മാരിൽ കൃപയുള്ളവർ ആകുന്നു. ഇപ്പോൾ കംസൻ പുണ്യവാനായി അല്ലേ? അപ്പോൾ സാധുക്കൾ ദീനന്മാരിൽ കൃപയുള്ളവരാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ വളരെയധികം കൃപയുണ്ട്. ഇത് ഇപ്രകാരം ഉക്വ പറഞ്ഞിട്ട് അശ്രുമുഖ, കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട്, ശ്യാലക ഭാര്യ സഹോദരൻ കംസൻ, അഥ അനന്തരം സ്വസ്രോഹോ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും പാദങ്ങളെ അഗ്രഹി പിടിച്ചു. അപ്പോൾ ക്ഷമ, അവിടെ അപരാധം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവരുടെ കാലുകൾ പിടിക്കുകയാണ് കംസൻ. അപ്പോൾ തൽക്കാലം ദേവിയുടെ പാദസ്പർശവും ആ ദേവിയുടെ ദർശനവും കൊണ്ട് പുണ്യവാനായ കംസൻ അവരോട് ക്ഷമ ചോദിച്ചു, പശ്ചാത്തപിച്ചു. എന്നിട്ട് അവരുടെ പാദങ്ങളെ പിടിക്കുന്നു, പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു. ശ്ലോകം 23. ക്ഷമത്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലാഃ ഇത്യുക്താശ്രുമുഖ പാദോ ശാലശ്വശ്രോരഥാഗ്രഹീത്. ശ്ലോകം 24. മോചയാമാസ നികടാത് വിശ്രബ്ദ കന്യകാഗിരാം ദേവകീം വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം. പദച്ഛേദം. മോചയാമാസ നികടാത് വിശ്രബ്ദഃ കന്യാഗിര ദേവകീം വസുദേവം ച ദർശയൻ ആത്മസൗഹൃദഃ. ആത്മസൗഹൃദം, തന്റെ സ്നേഹത്തിന്റെ ദർശയൻ കാട്ടുന്ന കംസൻ കന്യകാഗിര, ആ പെൺകുട്ടിയുടെ വാക്കുകൊണ്ട്, അതായത് വിഷ്ണു മായാദേവി പറഞ്ഞ വാക്കുകൊണ്ട്, വിശ്രബ്ദ വിശ്വാസം പ്രാപിച്ചവനായിട്ട്. അപ്പൊ എന്താണ് കന്യക മായാദേവി പറഞ്ഞത്? തവാന്തകൻ ഭൂമി തലേ ജനിച്ചു. അപ്പൊ എന്നെ കൊന്നിട്ട് കാര്യമില്ല, നിന്റെ അന്തകൻ തലേ ദിവസം തന്നെ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതില് വിശ്വാസം വന്നു. എന്നിട്ട് ദേവകിയെയും വസുദേവനെയും നികടാത് ചങ്ങലയിൽ നിന്ന് മോചയാമാസ അഴിച്ചുവിട്ടു. അപ്പൊ അവരെ മോചിപ്പിച്ചു. അപ്പൊ ഇവര് കുറ്റക്കാരൊന്നും അല്ല, ആ ദൈവവാക്യം തെറ്റാണ്, ഇപ്പൊ ദേവി പറഞ്ഞതാണ് ശരി, അപ്പോ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളിൽ എനിക്ക് ദൈവം തോന്നി, നിങ്ങളെ ഞാനിതാ അഴിച്ചുവിടുന്നു, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ കാൽക്കൽ വീണ് നമസ്കരിച്ച കംസൻ പറഞ്ഞിട്ട് അവരെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കുന്നു. ശ്ലോകം 24. മോചയാമാസ നികടാത് വിശ്രബ്ദ കന്യകാഗിരം ദേവകീ വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം. ശ്ലോകം 25. പ്രാതോ സമനുതപ്തസ്യ ക്ഷാന്താരോഷം ച ദേവകീ വിസൃജത് വസുദേവശ്ച പ്രഹസ്യ തം ഉവാചഃ. പ്രാതുഃ സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീ വിസൃജത് വസുദേവഃ ച പ്രഹസ്യ തം ഉവാചഃ. സമനുതപ്തസ്യ പശ്ചാത്താപ യുക്തനായിരിക്കുന്ന പ്രാതുഹു പ്രാതാവിന്റെ സഹോദരന്റെ
ദുഷ്ടതയെ ശാന്ത ക്ഷമിച്ചിട്ട് ദേവകിയും വസുദേവനും രോഷത്തെ വിസർജൻ ഉപേക്ഷിച്ചു. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ദേഷ്യം എല്ലാം പോയി. കംസൻ എല്ലാ ക്ഷമാപണമൊക്കെ നടത്തി കാൽക്കൽ വീണപ്പോൾ അവർക്കുള്ള ദേഷ്യം പോയി. പ്രഹസ്യ അവരൊന്ന് ചിരിച്ചിട്ട് അവനോട് സ്പഷ്ടമായി ഉവാച പറഞ്ഞു. അപ്പോൾ കംസൻ അപരാധം എല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. കംസനിൽ മാറ്റമുണ്ടായെന്ന് അവർക്ക് തോന്നി. ദേവകിയും വസുദേവനും ക്ഷമിച്ചു. എന്നിട്ട് വസുദേവൻ പിന്നെ പറയുന്നതാണ് അടുത്ത ശ്ലോകം. ശ്ലോകം 25 ഒന്നുകൂടെ വായിക്കാം. പ്രാതോ സമനോ തപ്തസ്യ ശാന്ത്വാരോഷം ച ദേവകി വിസൃജത് വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ. ശ്ലോകം 26. ഏവമേതത് മഹാഭാഗാ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രവവാഹം ധീ സ്വപരേതിഭിദായതഃ. ഏവം ഏതത് മഹാഭാഗാ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവ അഹം ധീഹി സ്വപരഃ ഇതി സ്വപര ഇതി ഭിദായതഃ. ഏവം ഏതത് മഹാഭാഗ. വസുദേവൻ കംസനോട് പറയണം, അല്ലയോ പൂജ്യ, ഇത് ഏവം ഇങ്ങനെ തന്നെ, യഥാത്തു ഏതുവിധം വദസി പറയുന്നു, ദേഹികൾക്ക് അഹംബുദ്ധി അജ്ഞാനപ്രഭവ അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാകുന്നു. അപ്പോൾ അവർക്ക് അഹംബുദ്ധി ഉണ്ടാകുന്നത്, ജ്ഞാനെന്ന ഭാവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ്. യാതൊന്നുകൊണ്ട് സ്വപരായിതി എന്റേത് അന്യന്റേത് എന്ന് ഭേദവും ഉണ്ടാകുന്നു. അപ്പൊ അജ്ഞാനം കൊണ്ടാണ് ഭേദബുദ്ധി ഉണ്ടാകുന്നത്. ഇത് എന്റേതാണ്, ഇത് അവന്റേതാണ് എന്നുള്ള ഭേദബുദ്ധി ഉണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടാണ്. അപ്പൊ അത് അവരെ ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ പറയുകയാണ്. അപ്പൊ നിന്റെ അജ്ഞത കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. അപ്പൊ എന്റേത് നിന്റേതെന്നുള്ള ഭാവം ഉണ്ടായത് അജ്ഞത കൊണ്ടാണെന്നെല്ലാം പറയുന്നു. ശ്ലോകം 26. ഏവമേവ മഹാഭാഗ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീ സ്വപരേതി ഭിദായതഃ. ശ്ലോകം 27. ശോകഹർഷഭയദ്വേഷ ലോഭമോഹ മദാന്വിതാഃ മിഥോഖനന്തം ന പശ്യന്തി ഭാവൈർഭാവം പൃഥക് ദൃശഃ. പദച്ഛേദം. ശോക ഹർഷ ഭയ ദ്വേഷ ലോഭ മോഹ മദാന്വിതാഃ മിഥഃ ഘ്നന്തം ന പശ്യന്തി ഭാവൈഃ ഭാവം പൃഥക് ദൃശഃ. ശോക ഹർഷ ഭയദ്വേഷ ലോഭ മോഹ മദാന്വിതാഃ. ശോകം, ദുഃഖം, ഹർഷം, സന്തോഷം, ഭയം, ദേഷ്യം, ലോഭം, മോഹം, മതം എന്നീ വൃത്തികളോടുകൂടിയ പൃഥക് ദൃശ ഭേദദർശികൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോപമോഹ മതമാത്സര്യം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഭേദം ഉണ്ടാക്കുന്ന വസ്തുക്കൾ. ഭാവങ്ങൾ കൊണ്ട് മിഥ അന്യോന്യം ഖനിക്കുന്ന ഭാവം പരമാർത്ഥ സ്വരൂപനെ ന പശ്യന്തി കാണുന്നില്ല. അപ്പോ ഇഷ്ട പദാർത്ഥം നശിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം, നമുക്കതിൽ ആവേശം തോന്നി, നമുക്ക് അതൊരു കാര്യം കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒരു കളിപ്പാട്ടം, വലിയവർക്കാണെങ്കിൽ മറ്റു വാഹനങ്ങളോ എന്തെങ്കിലും. അപ്പം അങ്ങനെ അത് ഇല്ലാതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ദുഃഖമുണ്ടാകും. കിട്ടുമ്പോൾ സന്തോഷം. പിന്നെ നമുക്ക് കിട്ടിയ വസ്തു, ഇപ്പൊ നമ്മൾ ഒരു കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ വീട് വാങ്ങിച്ചു, ഇത് നശിക്കുമെന്നുള്ള ഭയം. ഇനി അത് നശിക്കുകയാണെങ്കിൽ ദേഷ്യം. ഇനി കിട്ടുന്നത് നമുക്ക് തന്നെ നിലനിർത്തണം എന്നുള്ള ആവേശം, അതാണ് ലോഭം. പിന്നെ
എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാന്ന് അറിഞ്ഞുകൂടാ, മോഹം. ഇത് ഇനിയും നമുക്ക് കിട്ടണം എന്നുള്ള ആ മോഹം. പിന്നെ എല്ലാം കിട്ടി വരുമ്പോൾ ഒരു മതം, അല്ലെ, ഒരു ഗർവം, ഒരു അഹങ്കാരം. ഈ ദോഷങ്ങളെല്ലാം ഭേദബുദ്ധി കൊണ്ട് ഉണ്ടാകുന്നു. ഈ ദോഷങ്ങൾ വർദ്ധിക്കുമ്പോഴാ ഭേദഭാവനയും കൂടുന്നു. അപ്പൊ അവിടെ സകല ജീവികളെയും സ്വമായ കൊണ്ട് ജനന മരണ പ്രവാഹ രൂപമായ സംസാരത്തിൽ പ്രവേശിപ്പിച്ച് ദുഃഖിപ്പിക്കുന്ന ആരാണ്? കാലസ്വരൂപനും നാശരഹിതനുമായ ഈശ്വരനെ ഭേദബുദ്ധികൾ അറിയുന്നില്ല. അപ്പൊ ശരിക്കും കാലസ്വരൂപനായ ഈശ്വരനെ ആരും അറിയുന്നില്ല. അവര് ഈ സംസാരത്തിൽ ഭ്രമിച്ച് നടക്കുകയാണ്. മായ കൊണ്ട് സംസാരത്തിൽ ഭ്രമിച്ച് ഭേദബുദ്ധിയോടെ നടക്കുന്നു. ശ്ലോകം 27. ശോകകർഷ ഭയദ്വേഷ ലോഭമോഹമദാന്വിതാഹ മിതോഘ്നന്തം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ശ്ലോകം 28. ശ്രീശുകവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ അവിശദ്ഗൃഹം. പദച്ഛേദം. കംസഃ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതഃ അവിശദ്ഗൃഹം. പ്രസന്നാഭ്യാം, പ്രസന്നരായിരിക്കുന്ന ദേവകി വസുദേവാഭ്യാം, ദേവകി വസുദേവന്മാരാൽ. അപ്പോ ദേവകി വസുദേവന്മാർക്കറിയാം അവരുടെ പുത്രൻ മരിച്ചിട്ടില്ല എന്നവർക്കറിയാം. അവര് സന്തോഷം പ്രാപിച്ചു. ഇപ്രകാരം വിശുദ്ധം, ശുദ്ധമാകും വണ്ണം പ്രതിഭാഷം അവര് തിരിച്ചു പറഞ്ഞു. പറയപ്പെട്ട കംസൻ അജ്ഞാതഃ, അനുജ്ഞ നൽകപ്പെട്ടവനായിട്ട് ഗൃഹം, ഭവനത്തെ അവിശദ് പ്രവേശിച്ചു. അപ്പോ ഇത് ശ്രീശുകൻ പറയുന്നതാണ്. കംസൻ പറഞ്ഞതിനെ അവരനുമോദിച്ചു. തങ്ങളുടെ അഭിപ്രായത്തെ അറിയിച്ചുകൊണ്ട് ദേവകിയും വസുദേവനും എന്ത് ചെയ്തു? കംസന് സമ്മതം കൊടുത്തു. അവര് എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവൻ സമാധാനമായിട്ട് കംസൻ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടെ. ശ്രീശുകവാച. ശ്ലോകം 28. കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ വിശദ്ഗൃഹം. ശ്ലോകം 29. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആജഷ്ട തത്സർവം യദുക്തം യോഗനിദ്രയാം. പദച്ഛേദം. തസ്യാം രാത്രിയാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആജഷ്ട തത്സർവം യദുക്തം യോഗ നിദ്രയാ. അപ്പൊ അങ്ങനെ കംസൻ പോയിട്ട് തസ്യാം രാത്രി, ആ രാത്രി വ്യതീതായാം, ആ രാത്രി കഴിഞ്ഞപ്പോൾ കംസൻ മന്ത്രിണഃ, മന്ത്രിമാരെ ആഹൂയ വിളിച്ചിട്ട്, മന്ത്രിസഭയൊക്കെ വിളിച്ചുകൂട്ടി, രാജ്യസഭ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു യോഗനിദ്രയാൽ യദുക്തം, ഏത് എന്ന് പറയപ്പെട്ടുവോ, അതായത് യോഗമായാദേവിയാൽ യാതൊന്ന് പറയപ്പെട്ടുവോ തത്സർവം അത് മുഴുവനും ദേവ്യ അവർക്കായിക്കൊണ്ട് ആചഷ്ട. അപ്പൊ ദേവി പറഞ്ഞതിനെ കംസന്റെ ഭൃത്യന്മാരെ അനുചരന്മാരെ വിളിച്ചു പറഞ്ഞു. അതാ ദേവി പറഞ്ഞിരിക്കുകയാണ്, ഞാനല്ല നിന്നെ കൊല്ലുന്നത്, നിന്നെ കൊല്ലുന്നവൻ, നിന്റെ അന്തകൻ നേരത്തെ തന്നെ ജനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ തിരഞ്ഞുകൊള്ളുക എന്ന് ദേവി പറഞ്ഞു. അതിനെ കംസൻ അവരോട് പറയുകയാണ്. ശ്ലോകം 29. തസ്യാം രാത്രാം വ്യതീതായാം കംസാഹൂയ മന്ത്രിണഃ തേഭ്യ ആജഷ്ട തത്സർവം യദുക്തം യോഗനിദ്രയാം. ശ്ലോകം 30. ആകർണ്യ ഭർതൃഗതിദം തമ്മൂജുർദേവ ശത്രവഃ ദേവാൻ പ്രതികൃതാമർഷ ദൈതേയോ നാദികോവിദാഃ. പദച്ഛേദം. ആകർണ്യ ഭർത്തുഃ ഗതിദം തം ഊജുർ ദേവശത്രവഃ ദേവാൻ പ്രതി കൃതാമർഷ ദൈതേയ ന അധികോവിദാഃ.
ദേവാൻ പ്രതി ദേവന്മാരെ കുറിച്ച് കൃതാമർഷ ദേഷ്യമുള്ളവരും നാദി കോവിതാം അധികം സമർത്ഥരല്ലാത്തവരും ദേവശത്രവ ദേവന്മാരുടെ ശത്രുക്കളും ആയ ദൈതേ അസുരന്മാർ ഭർതൃഹു സ്വാമിയുടെ കംസന്റെ ഗതിതം വാക്കിനെ ആകർണ്യ കേട്ടിട്ട് തം അവനോട് ഊജുഹു പറഞ്ഞു. അപ്പൊ കംസന്റെ പ്രജകൾ എങ്ങനെയാണ്? യഥാ രാജ തഥാ പ്രജ അല്ലെ. കംസൻ എങ്ങനെയാണോ ദുഷ്ടത കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രജകളും, അവർക്കും അതുപോലെ തന്നെ ദേവന്മാരോട് അമർഷമുണ്ട്. അപ്പോൾ ഇവരത്ര സമർത്ഥരല്ലെങ്കിലും ദേവന്മാരോടുള്ള ശത്രുത അവരും വച്ച് പുലർത്തി. അപ്പൊ തന്റെ സ്വാമിയായ കംസന്റെ വാക്കിനെ അവർ കേട്ടിട്ട് അവര് എല്ലാം കൂടി ആലോചന ചെയ്തു. ദീർഘ ആലോചന, രഹസ്യ ആലോചനകളൊക്കെ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് പിന്നെ മന്ത്രിമാർ നമുക്കിനി എന്ത് ചെയ്യാം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒന്നുകൂടെ ശ്ലോകം വായിക്കാം. 30. ആകർണ്യ ഭർത്തൃഗതിതം തമ്മോജുർദേവ ശത്രവഃ ദേവാൻ പ്രതികൃതാമർഷ ദൈതേയാനാദി കോവിദാഹാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആപദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആപദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.